സോ ഹലോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കൂർ ബ്ലോഗ്സ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാലും എൻ്റെ ഒരു കൂട്ടുകാരനെ ഓനെ കൊണ്ടും കയ്യിൽ നിന്ന് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. നമ്മൾ വെലിങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു കാറിൽ പറ്റുന്നത് ചെയ്തിട്ട് ബാക്കിൽ ഇട്ടിട്ട് കൊണ്ടുപോകാന്നുള്ള രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ വിചാരിച്ചതൊന്ന്, ഓൻ വിചാരിച്ചതൊന്ന് എന്ന് പറഞ്ഞ പോലെ ആയി ഇപ്പോൾ അവസ്ഥ. ഇപ്പം നമുക്ക് എന്തായാലും ഈ വണ്ടിയിൽ പറ്റില്ല. ചെറിയ ഒരു പിക്കപ്പിൽ ഫുള്ളില്ലെങ്കിൽ അതിൻ്റെ നമ്മളെ കൊണ്ട് പറ്റുന്ന കപ്പാസിറ്റി ഇതിനെക്കാട്ടി കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ അത്രമാത്രം സഹായം ചെയ്തിട്ടുണ്ട് നാട്ടുകാർ നമുക്ക്. ഗോണിയപ്പാട്ടെ, പൊന്നമ്പട്ട, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആൾക്കാരും, അതുപോലെ ശനിവാർ സന്ധ്യയാകട്ടെ, ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യന്മാരും അവരാൾ കഴിയുന്ന അവർ സങ്കടത്തോടെ നമുക്ക് തരുന്നത് നമ്മളെ കയ്യിൽ ഇതേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പരിസ്ഥിതി ഇവിടെ എല്ലാവർക്കും അറിയാം. മഴയാണ്, മഴയത്ത് പണിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥിതിയിൽ അവർ നമ്മളെ വിശ്വസിച്ച് നമ്മൾക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്താണ്, അവരെ മനസ്സിലൊരു വിശ്വാസം വെച്ചുകൊണ്ടാണ് നമ്മളവിടെ എത്തിക്കും, അർഹതപ്പെട്ട ആളെ കയ്യിൽ എത്തും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് എത്തിച്ചിട്ടുള്ളത്. അതേപോലെ പല ആൾക്കാർ അവിടത്തേക്ക് സാധനം വേണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇറങ്ങിയത് എന്തായാലും പേതിക്ക് വെച്ച് നിർത്താൻ വിചാരിച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അതെന്താണ് നമ്മൾ എത്തിക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരാളുടെ വീട്ടിൻ്റെ വാക്കലാണ് ഉള്ളത്. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരിപ്പം വരും. അപ്പോൾ അങ്ങനെ ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച, നാളെ രാവിലെ 6 മണിക്ക് ഇൻഷാ അള്ളാ ഞാനും ഇവനും വേറെ അതെ അവർ വന്നാൽ അവരുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാൾ തന്നെ ആ വണ്ടിയായിട്ട് നമുക്ക് ഏൽപ്പിച്ച സാധനങ്ങളുമായിട്ട് നമ്മൾ പോവാം. കളക്ഷന് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ലൊരു ഹ്യൂജ് എമൗണ്ടിന് ആയത്. അപ്പോൾ ആ ഉള്ള പൈസക്കല്ല, പറ്റുന്ന സാധനങ്ങൾ എന്താ ഉള്ളത്, അവർക്ക് അത്യാവശ്യം എന്താ ഉള്ളത്, ആ സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ആരോടും കാശ് ചോദിച്ചിട്ടില്ല. എല്ലാവരോടും പരമാവധി സാധനങ്ങളാണ് തരാൻ പറ്റില്ല. ഇപ്പോൾ ഈ സൈഡിൽ അവിടെ ഇടയിൽ ഞാൻ സാധനം വാങ്ങിയ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ആക്കി കാണിച്ചു തരാം. ഡെയിലി കൂലിക്കൽസം ആക്കുന്ന ചെക്കന്മാരാണ്, കൂലിക്ക് പണിയെടുക്കുന്ന ചെക്കന്മാർ. അവർ വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതിന് എനിക്ക് വേണ്ടിയിട്ട് അവർ മേടിച്ചിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ. എന്തായാലും സന്തോഷം, ഹാപ്പി. അപ്പോൾ അതെ, നമ്മളാൽ കഴിയുന്ന രണ്ടാൾ നിന്നാൽ എന്താണ് ഇതിന് നടത്താൻ പറ്റുന്നതെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള എല്ലാവരും കൂടി ഒന്നും കൂടി പരിശ്രമിച്ചിട്ട് ഒന്നും കൂടി ഒന്നായി നിന്നിട്ട് ഒരു കൂട്ടായ്മ അടിപൊളിയായിട്ട് നിന്നിട്ട് നടത്തിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിനുള്ള ഒരു വീട് നമ്മളെ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാം ഇടങ്ങാറാക്കുകയല്ല, അവരവരെ കൊണ്ട് പറ്റുന്ന അത് 10 രൂപ ആയാലും 5 രൂപ ആയാലും അങ്ങനെ കൂട്ടുന്നതാണ് വലിയൊരു എമൗണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഭാവിയിൽ നോക്കാം. അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യാൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പം നമുക്ക് മുമ്പിലുള്ളത് എൻ്റെ ഒപ്പം കൂടിയിട്ട് നിന്നിട്ട് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും സന്തോഷമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി എത്ര കൈമുട്ടിയാലും ഒച്ച കേൾക്കാൻ പോകുന്നത് അധികം കേൾക്കൂല എന്നറിയാലേ. അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് നോക്കാം എന്താവില്ല എന്ന്. അപ്പം നമ്മളെന്തായാലും ഇന്ന് മോന്തിക്ക് സാധനം ഇപ്പോൾ ഡിവൈഡാക്കിയിട്ട് വണ്ടിക്ക് കയറ്റുന്നതോ അവിടെ കൊണ്ട് എത്തിക്കുന്നതും ഞാൻ വീഡിയോ എന്തായാലും ഇടുന്നതാണ്. ഇത് നമുക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. നമ്മളെ ഏൽപ്പിച്ച ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ, അവരെ മനസ്സിൽ തോന്നണം ഇത് നമ്മൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എത്തിച്ചിനി, നമ്മൾ ഇത് അനാവശ്യമാക്കിയിട്ടില്ല എന്നുള്ളത് അറിയിക്കണം അല്ലേ. അപ്പോൾ അതെന്തായാലും നമ്മൾ എത്തിച്ചിട്ട് കാണിച്ചിട്ട് എന്തായാലും ആ വീഡിയോ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. സോ ഇതൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ആൾക്കാർ പൈസ വേണ്ട സാധനം എത്തിച്ചതെന്ന് പറഞ്ഞാലോ ആൾക്കാർ എത്തിച്ചതാണ്. സ്നാക്സ്, അത് ബിസ്ക്കറ്റ്സ്, പിന്നെ റവ, പിന്നെ മൈദ, ഇതൊക്കെയാണ് ആൾക്കാർ എത്തിച്ചത്. അത് പോരാണ്ട് ഇവിടെ ഇപ്പോൾ 1-2 ചാക്ക് അരിയുണ്ട്, 1 ചാക്ക് ടൊമാറ്റോ ഉണ്ട്, പിന്നെ ഇത് സാനിറ്ററി പാഡ്, ഡൈപ്പേഴ്സ്, പിന്നെ ഇത് പായ, ഇനിയും കുറേ സാധനങ്ങൾ എത്താനുണ്ട്. അപ്പോൾ ബാക്കിയും കൂടി എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. ഓക്കെ. സോ അതെ, കാറിൽ കൊണ്ടുപോകുന്ന പറഞ്ഞ് ലാസ്റ്റ് വണ്ടി സെറ്റായി. നമ്മൾക്ക് ഒരു വിളിച്ചിട്ട് അവൻ വണ്ടി വെച്ചതാണ്. അവർ വണ്ടി വിട്ടെന്നു. അപ്പോൾ ഫ്യൂൽ അടിച്ചിട്ട് പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് സെറ്റാക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് സാധനം എടുക്കാൻ പോകണം. അപ്പോൾ നെക്സ്റ്റ് സാധനം എടുക്കാൻ പോകുമ്പോൾ കാണാം. ഓക്കെ. സോ ഗൈസ്, ഫൈനലി നമ്മളെ കൊണ്ട് ആക്കാൻ പറ്റിയ അത്രയും പകുതി മുക്കാലോളം നമ്മൾ ഏകദേശം ഫില്ലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെന്തായാലും രാവിലെ ക്ലിയർ ആയിട്ട് വീഡിയോ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ. ഓക്കെ. നമ്മൾ ഏൽപ്പിച്ച സ്ഥലമാണ്, അവർ ഭക്ഷണം തന്നു. സോ ഗൈസ്, നമ്മളിപ്പോൾ ഐറ്റം നമ്മൾ ഏൽപ്പിച്ച സാധനങ്ങൾ അവരെ ഏൽപ്പിച്ച് നമ്മൾ തിരിച്ച് കോണിയപ്പം എത്തി. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളത്. എന്താ വെച്ചാൽ ഇന്നലെ രാത്രി 8 മണിക്കാണ് നമ്മൾ റിട്ടേൺ എത്തിയത്. സോ ഇന്നലെ പോകുമ്പോൾ കുറച്ച് ലേറ്റായി. 6 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് I think 12 മണിക്ക് നമ്മൾ പോയത്. എന്താ വെച്ചാൽ പൊന്നംപേട്ട് സെൻറ്റ് ആൻഡ് ചേർച്ചിൽ നിന്ന്
ഒരു ചെറിയൊരു കളക്ഷൻ ഉണ്ടായി. നമ്മൾ ചെക്കന് പറഞ്ഞിട്ട് ഒരു ചെറിയ കളക്ഷൻ ഉണ്ടായി. അപ്പോൾ അവിടെ നിന്നും അത് കിട്ടുന്നത് ആയിക്കോട്ടെ, എന്തായാലും വണ്ടി പോകുന്നുണ്ട്, അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്ക് കളക്ഷൻ ആക്കിയത്. അവിടെ നിന്ന് മോശമില്ലാത്തൊരു കളക്ഷൻ ആയിനി. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല അവർക്ക്. അപ്പോൾ അവിടുന്ന് പ്രോപ്പറായിട്ട് കുറേ വീഡിയോ ചെയ്യാത്ത എന്താ വെച്ചാൽ അവിടുത്തെ മനുഷ്യന്മാരെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആരോടെ നമ്മൾ ആരെ കയ്യിൽ എത്തിക്കുന്നത് അവരെ മുഖം നമ്മൾ ഒരിക്കലും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സാധനം അവിടെ എത്തി എന്നുള്ള ഒരു തെളിവിനുള്ള ഒരു ചെറിയൊരു വീഡിയോ അല്ലാണ്ട് ഞാൻ വേറൊരു വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ അവരെ നമ്മളോട് ചോദിച്ചു അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അവിടെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ല. അവർക്ക് കൊണ്ടുവന്നാക്കും ബുദ്ധിമുട്ടാണ്. അവിടെ പോയിട്ട് നമ്മൾ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലാണ്ട് വേറൊരു കാര്യമില്ല. അപ്പോൾ ഇനിയൊരു പ്രാവശ്യം എന്തായാലും ഒരു പോക്കും കൂടി നമ്മൾ എന്തായാലും പോകണം അവിടെ വരെ. ഓക്കെ.